in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവമല്ല നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2026 ജൂൺ മാസം 3-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവിക സമയം നമ്മിൽ വരുത്തുന്ന മാറ്റങ്ങളെ നാം അറിയുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ദൈവിക ചിന്ത ദൈവിക സമയം നമ്മിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരെ, വായിച്ച വചനത്തിന്റെ ആഴം എല്ലാവർക്കും സുപരിചിതമാണ്. ഇതാ, മറിയടുത്ത് ദൂതൻ മറുപടി പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേലിൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലിൽ നിഴലിടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അതിന് മുമ്പിലത്തെ വാക്യം പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. മറിയ ദൂതനോട് ചോദിക്കുകയാണ്, ഞാനൊരു പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ആത്മാവിലെ ആരംഭത്തിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നത്, ലോകത്തിൽ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ഒരു പുരുഷനെ അറിയാതെ ഒരു സ്ത്രീക്ക് കുഞ്ഞുണ്ടാകത്തില്ലെന്നുള്ളത് ലോകത്തിന്റെ നിയമമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ലോകത്തിന് എല്ലാത്തിനും ഒരു പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ് മിനിമം 1 വർഷം കഴിയുമ്പോഴത്തേക്കാണ് അനേകർ ഹല്ലേലൂയ തലമുറയെക്കുറിച്ച് ചിന്തിക്കുകയും ആ 2ാമത്തെ വർഷമാണ് ആ തലമുറകളെ അവർ കാണുകയും ചെയ്യുന്നത്. ഈ നിലയിൽ ലോകത്തിന് ഒരു പ്രോസസ് ഉണ്ട്, ഒരു ടൈം പീരീഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാ, ഒരു കന്യകയുടെ ദൂതൻ മറുപടി പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലിൽ നിഴലിടാൻ പോവുകയാണ്. ഇതാ, നിന്റെ മേലിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളെ നോക്കി ആഴമായി വിളിച്ചു പറയുന്നു, ലോകത്തിന്റെ പ്രോസസ് ടൈമുകളെയും ലോകത്തിന്റെ എല്ലാ പ്രോസസ്സുകളെയും ആ ടൈം പീരീഡുകളെയും ജയിച്ചുകൊണ്ട് ഇതാ ദൈവം നിനക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസിന്റെ പടകിൽ ഒന്നും കിട്ടാതെ നിൽക്കുമ്പോൾ രാവിലെ അവന്റെ പടക് ചോദിച്ചുകൊണ്ട് അവന്റെ പടകിൽ കയറി ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞവൻ ഒറ്റ വാക്കുകൊണ്ട് ആ പടക് നിറയും മാത്രമല്ല, അടുത്ത പടകുകളോട് നിറയ്ക്കുന്ന നിലയിൽ ദൈവിക ശക്തിയും ദൈവിക സമയവും തിരിയുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇന്ന് വിശ്വസിക്കുന്ന ചിലവരോട് ഞാൻ വിളിച്ചു പറയുന്നു, വർഷങ്ങൾ നഷ്ടമായി പോയ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ചയില്ല, ജീവിതത്തിനകത്ത് നന്മ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിഞ്ഞ് തലമുറയില്ലാത്ത അനുഭവം, എത്ര പഠിച്ചിട്ടും ജോലി കിട്ടാത്ത ഒരു അനുഭവം, നാളുകളായിട്ട് ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇന്നും വാടക വീട്ടിനകത്ത് ജീവിതം തീരുന്നത് പോലെ നിൽക്കുന്ന അനേകരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക ഇടപെടൽ സമയമാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഇതാ ദൈവം നിന്നെ സന്ദർശിക്കുവാൻ പോകുന്നു. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് ഈ മിനിറ്റുകളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഞാൻ ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇതാ, മറിയോട് ദൈവദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേളിലേക്ക് വരികയാണ്, അത്യുന്നതന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നിയമങ്ങളെ, ലോകത്തിന്റെ പ്രോസസ് ടൈമുകളെ മാറ്റിമറിച്ചുകൊണ്ട് അസാധാരണമായത് എന്തോ ഒന്ന് ഈ മിനിറ്റിൽ ചിലവരുടെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അടുത്ത പദം ശ്രദ്ധിച്ചു നോക്കിയേ, 36-ാമത്തെ വാക്യം. നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ഈ വാക്യം കൂടെ വായിക്കുമ്പോൾ വർഷങ്ങളായി കാത്തിരുന്ന വാർദ്ധക്യത്തിൽ പ്രായം ചെന്ന് ലോകത്തിന്റെ നിയമമെല്ലാം തെറ്റി
സമയമെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എലിസബത്തിന് ഇത് 6-ാം മാസമായി തിരിയും. അവളെ നോക്കി മെഡിക്കൽ സയൻസും ലോകവും പറഞ്ഞത് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്നാണ്. ഇങ്ങനെ ആരെങ്കിലും ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ ദിവസമാണ്. ലോകം പറഞ്ഞതോ ലോകത്തിൻ്റെ പ്രോസസ്സുകളോ ലോകത്തിൻ്റെ ടൈം പീരീഡുകളോ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ സ്പർശനം, ദൈവത്തിൻ്റെ കരം നീതാ നിന്റെ മേളിലേക്ക് വരികയാണ്. നീ ഒരു അസാധാരണ തലത്തിലേക്ക് വരാൻ പോകുന്നു. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഴയ നിയമത്തിൽ ഇതാ ദൈവം മത്സരികൾക്ക് ഒരു അടയാളമായി അഹരോന്റെ വടിയെ തളർപ്പിക്കുന്നത് കാണാം. ഒറ്റ രാത്രി കൊണ്ട് 12 ഗോത്രങ്ങളിൽ 12 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ വടി ഇതാ ദൈവസന്നിധിയിലേക്ക് വരികയാണ്. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി പൂത്ത് തളർത്ത് ഫലം കായ്ക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു വടി കിളിർത്ത് അതിൻ്റെ ടൈം പീരീഡ് ലോകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് മിനിമം 2 വർഷം അല്ലെങ്കിൽ 4 വർഷം കൊണ്ടാണ് ഒരു ഫലത്തിലേക്ക് വരുന്നത്. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവിക സമയം അഹരോന്റെ വടിയുടെ മേളിൽ വെളിപ്പെടുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഫലത്തിലേക്ക് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ഇസ്രായേൽ മക്കൾക്ക് അസാധ്യമാണ് ചെങ്കടൽ ഒരു രാത്രി കൊണ്ട് തുറക്കുന്നത്. പക്ഷേ അവർ ദൈവിക സമയത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു വലിയ കിഴക്കൻ കാറ്റിന്റെ ശക്തി കൊണ്ട് അവർക്ക് വേണ്ടി ഇതാ ചെങ്കടൽ തുറന്നു കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിന്റെ നിയമം അനുസരിച്ച് ഇസ്രായേൽ മക്കൾക്ക് എരിഹോ മതിൽ താണ്ടുവാൻ കഴിയത്തില്ല. പക്ഷേ അവരുടെ ആർപ്പിന്റെ ശബ്ദത്തിൽ ഇതാ എരിഹോ മതിൽ തകർന്നു വീഴുകയാണ്. അവർക്ക് വേഗത്തിൽ അത് മറികടക്കുവാൻ കഴിയുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ മേലേക്ക് ഇതാ ദൈവിക സമയത്തിന്റെ ആഴം വെളിപ്പെടുകയാണ്. ഞാൻ ഈ ഭാഗം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതാ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമത്തിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. 16-ാമത്തെ വാക്യം, യേശു അവരോട് പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ഇതാ 5000 പുരുഷാരം എന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 പേർ അവിടെ കൂടിയിരിക്കുകയാണ്. ആ കൂടിയിരിക്കുന്ന സാഹചര്യം നിങ്ങൾ നോക്കിയാൽ അത് മരുഭൂമിയാണ്. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ശിഷ്യന്മാർ വന്ന് കണക്കനുസരിച്ച് പറയുകയാണ്, നമുക്ക് ഇത്രയും പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കുവാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഇവരെ അങ്ങ് പറഞ്ഞയക്കണം, ഇവർ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ പറയണം. ഉടനെ യേശു അവരോട് പറയാണ്, ഇവരെ ഞാൻ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കണം. ഉടനെ ശിഷ്യന്മാർ കണക്കുമായിട്ട് വരികയാണ്. എന്നെ കേൾക്കുന്നവർ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ സാഹചര്യം പറയുന്നവരാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മളെ നോക്കി ശത്രു കണക്കുകൾ പറയും. ഹല്ലേലൂയ, ഇത്ര നാളായി. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ചിലവർ ഇന്റർവ്യൂകൾ കഴിഞ്ഞിട്ട് ആ അധികാരികൾ നിങ്ങളോട് പറയും, ഞങ്ങൾ അറിയിക്കാം, സമയമാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മാസങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ രാജാക്കന്മാരുടെ ഹൃദയത്തെ തിരിക്കുന്ന, അവരുടെ ഉറക്കത്തെ കെടുത്തുന്ന ദൈവത്തിന്റെ കരം ഇതാ നിനക്ക് വേണ്ടി അധികാരമണ്ഡലത്തിൽ ചലിക്കാൻ പോവുകയാണ്. ഇതാ ദൈവിക സമയം നീ അനുഭവിക്കാൻ പോകുന്നു. ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. ഞാൻ ആ പദത്തിനകത്ത് നിന്നുകൊണ്ട് ഒന്നുകൂടെ മടങ്ങി വരികയാണ്. എന്നെ കേൾക്കുന്ന ഒരു ശിഷ്യന്മാരെപ്പോൾ കണക്കൂട്ടലിൽ പറയാണ്, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും മാത്രമല്ല, അതൊന്നുമില്ല. എന്നെ കേൾക്കുന്നവരെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തെ നോക്കുന്നവരാണ്, നമ്മൾ കണക്കുകളെ നോക്കുന്നവരാണ്. എങ്ങനെ ഈ മാസം തെള്ളും, എങ്ങനെ അടുത്ത ദിവസത്തെ ആ സാമ്പത്തികം നടക്കും, ഇങ്ങനെയൊക്കെ പലവിധമായ ഭാരത്തിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ആഴം വിളിച്ചു പറയുന്നു, അതിനെ ജയിക്കുന്ന ഒരു ദൈവിക സമയമുണ്ട്. ആ സമയം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. വിശ്വസിക്ക്, ഇതാ ഒരു കൈമാറ്റം നടക്കാൻ പോവുകയാണ്. ആവർത്തന പുസ്തകം 1:17 പറയുന്നു, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാനത് തീർത്തു വരും. നിങ്ങൾ വിശ്വസിക്ക്, എൻ്റെ ദൈവം ചിലതിനെ തീർക്കാൻ പോവുകയാണ്, എൻ്റെ ദൈവം ചിലതിനെ പരിഹരിക്കാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ ഇപ്പോൾ പ്രവചിക്കുകയാണ്. ഇതാ ശിഷ്യന്മാർ സാഹചര്യം നോക്കിയിട്ട് ഇത്ര പുരുഷാരത്തിനൊന്നും കൊടുക്കാൻ കഴിയത്തില്ല. അവർ കണക്കൂട്ടലിൽ നോക്കുമ്പോൾ 5 അപ്പം മാത്രമാണുള്ളത്. അവരെ സാഹചര്യത്തിനകത്ത് 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞ് കണക്കൂട്ടലിൽ നിൽക്കുമ്പോൾ യേശു പറയുന്നത്, അത് ഇങ്ങ് കൊണ്ടുവാ. ഇതാ കർത്താവിൻ്റെ കയ്യിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ കയ്യിലേക്ക് അത് കൈമാറിക്കഴിഞ്ഞാൽ അവിടെ അത്ഭുതവും അതിശയം നടക്കുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇതാ കണക്കുകൾ മാറി അത് വർദ്ധിക്കാൻ പോവുകയാണ്. ഇതാ സാഹചര്യം മാറി പുരുഷാരം തിന്ന് തൃപ്തിയാകാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്ക്, നിങ്ങളുടെ സാഹചര്യങ്ങളെ ജയിക്കുന്ന, നിങ്ങളുടെ കണക്കുകളെ ജയിക്കുന്ന, നിങ്ങളുടെ ടൈം പീരീഡുകളെ ജയിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ, ദൈവിക സമയം ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വെളിപ്പെട്ട് വരുന്നു. നിങ്ങൾ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിശയങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, 4 ദിവസം മാറ്റം വെച്ച ലാസറിനെ വിളിച്ചു പുറത്തു കൊണ്ടുവരാൻ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇതാ നിന്റെ ലൈഫിൽ കർത്താവ് ടൈം പീരീഡുകളെ ജയിക്കാൻ പോവുകയാണ്. പ്രോസസ്
ബിസിനസ്സുകളെ ജയിക്കാൻ പോകുകയാണ്. നീ ഒരു അതിശയത്തെ കാണാൻ പോകുന്നു. ഈ മാസം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ജോലിയിലേക്ക്, ഈ മാസം തന്നെ നിന്റെ വിവാഹത്തിന് വഴി തുറക്കാൻ പോകുന്നു. ഈ മാസം തന്നെ നിനക്ക് വേണ്ടി സന്തോഷത്തിൻ്റെ ചില വാർത്തകൾ ദൈവം നിങ്ങളുടെ മേളിൽ പകരുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, 45 വയസ്സായിട്ടും എങ്ങും എത്തിയില്ലെന്ന് പറയുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. ഇതാ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം നീളാൻ പോകുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കണ്ണുകളൊന്ന് അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായത് ചിലത് ഇവരെ മേളിൽ സംഭവിക്കട്ടെ. ദൈവിക സമയം, ദൈവത്തിൻ്റെ സ്പർശനം, ദൈവത്തിൻ്റെ കരം ഇവരെ മേളിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. അപ്പം 12 വർഷമായി രക്തസാവസ്ത്രീ ലോകത്തിൻ്റെ ടൈം പീരീഡിൽ എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ അവൾ തൊട്ട് സൗഖ്യമാകുന്നത് പോലെ, ശക്തി വെളിപ്പെട്ട് അവൾ സൗഖ്യമാകുന്നത് പോലെ കർത്താവെ, ഇന്ന് അനേകർ വിടുതലേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ അനേകരുടെ സ്ഥിതിക്ക് മാറ്റം വരികയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ വേഗത്തിൽ തന്നെ ഈ വാട്സാപ്പിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വരണം. കർത്താവിൻ്റെ വലിപ്പം നിങ്ങൾ കാണുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.